ഹായ്, ഓൾ ഇൻ ഓൾ മോം ആൻഡ് ഇൻഫൻറ്റ് കെയർ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പുറകിൽ കാണാം മെറ്റേണിറ്റി വെയേഴ്സ്. അതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് മെറ്റേണിറ്റി വെയർ? മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ഒരു ആള് പ്രഗ്നൻ്റ് ആയി ഇരിക്കുന്ന സമയത്തും പ്രസവിച്ച് കഴിഞ്ഞും ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പുകൾ, കുർത്താസ്, നൈറ്റീസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം മെറ്റേണിറ്റി വെയർ ആയിട്ട് പറയാം. അതിൽ ടോപ്പിലൊക്കെ എല്ലാത്തിലും ഫീഡിങ് ഓപ്ഷൻ കാണും. ഈ മെറ്റേണിറ്റി ടോപ്പിന് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ടോപ്പ് ഇട്ടാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതായത് വയറ് വലുതാകുന്ന അനുസരിച്ച് പ്രത്യേക രീതിയിലായിരിക്കും ഈ ടോപ്പുകളൊക്കെ കട്ട് ചെയ്തേക്കുന്നത്. മുൻവശം നമുക്ക് നല്ല വയറ് വന്നിട്ടായാലും നമ്മളിപ്പോൾ മെറ്റേണിറ്റി ടോപ്പ് ഇട്ട ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ടോപ്പിൻ്റെ താഴ്വശമൊക്കെ നല്ല ലെവലിലായിരിക്കും. നമ്മളെ നോർമൽ ടോപ്പ്, നമ്മളെ സാധാരണ എല്ലാവരും ഇടുന്ന ഒരു ടോപ്പ് ഇട്ടിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മാസം 9 മാസം അത്യാവശ്യം വയറുള്ള ഒരു പ്രഗ്നൻ്റ് ആയ ആൾ ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വ്യത്യാസം അറിയാൻ പറ്റും. വയറിൻ്റെ പുറത്ത് ആ ടോപ്പിൻ്റെ പോർഷൻ പൊങ്ങി നിൽക്കുമ്പോൾ ആ ഒരു കാണാൻ അത്ര ഭംഗിയായിരിക്കത്തില്ല. ഗർഭിണിക്ക് അത് കംഫർട്ടബിളും ആയിരിക്കത്തില്ല. ഇപ്പം ഇത് ഞാനൊരു ടോപ്പ് കാണിക്കുകയാണ്. ഇത് കണ്ടോ? ഈ ടോപ്പിൽ കണ്ട് ഇതുപോലെ 2 സൈഡിലും ഫീഡിങ് ഓപ്ഷൻ കാണും. പിന്നെ ഇവിടുത്തെ സ്റ്റിച്ചിങ് അത്തരം കാര്യങ്ങളെല്ലാം കുറച്ച് വയറിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇതൊരു കുർത്തയാണ്. ഫ്രോക്ക് പോലെ താഴെ വരെ വരുന്ന രീതിയിലുണ്ട്. കുറേ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഇടണമെങ്കിൽ ഇതാണ്ട് ഹെവി പാർട്ടി വെയർ അല്ല, എന്നാലും കുറച്ച് ഒരു ഭംഗിയൊക്കെയുള്ള ഇതായിട്ട് ഇടാൻ പറ്റിയതാണ് ഇത്. പിന്നെ ഡെയിലി വെയേഴ്സ് ആയിട്ട് ഇടാൻ പറ്റിയതുണ്ട്. ഇതിപ്പം ഞാൻ വലിയ ഹൈറ്റുള്ള ആളൊന്നും അല്ല. ഇത് എൻ്റെയൊക്കെ ഹൈറ്റ്, അതായത് ഒരു 5 അടി 5.25 ഇഞ്ചൊക്കെ ഹൈറ്റുള്ള ആളിന് ഇതാണ്ട് ഇങ്ങനെ ഇടാം. ഇതിലെല്ലാം ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഇതൊരു ഫ്രോക്ക് പോലെ ഇടാം. കൂടുതൽ ആൾക്കാരും ഇങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള ടോപ്പുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് പാൻറ്റും അകത്ത് ടൈറ്റ് പാൻറ്റും ഒക്കെ ഇടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് അടിക്ക് പാൻറ്റൊന്നും ഇട്ടില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ഇതെടുത്ത് ഇടാം. ഓൾമോസ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ചിലതിൽ ഷിഫോണും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് ഫാൻസി ആയിട്ട് ഫ്രോക്ക് പോലെ ഇടാൻ പറ്റിയതാണ്. കണ്ടോ? ഞാൻ എല്ലാം എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ കാണിക്കാം. ഇത് ടോപ്പ് അല്ല കേട്ടോ, ഇത് നൈറ്റി ആണ്. ഇച്ചിരി നല്ല ക്വാളിറ്റിയിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇതിൽ ഫീഡിങ് ഓപ്ഷൻ ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഈ നൈറ്റിക്ക് ഫീഡിങ് ഓപ്ഷൻ ഇല്ല, പക്ഷെ ഫീഡ് ചെയ്യാനുള്ള നോർമൽ നമ്മൾ ടോപ്പിൻ്റെ ഒക്കെ വരുന്ന ഫ്രണ്ടിലെ കുറച്ച് ഓപ്പണിങ് ഇല്ലേ, അതുണ്ട്. അപ്പോൾ ചിലരെല്ലാം ഇങ്ങനെയുള്ളത് എടുക്കുക. ഇത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള നൈറ്റിയാണ്. വേറൊരു പ്രോഡക്റ്റ് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഇച്ചിരി വലിയ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ L, XL, XXL, XXL. എൻ്റെ കയ്യിലിരിക്കുന്നത് XXL. ഇത് ഒത്തിരി പേര് ഇവിടെ സ്ഥിരം എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റാ. ഇതിപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 3/4 ആയിട്ട് വരുന്നതുണ്ട്. അതായത് നൈറ്റീവ് അല്ല, ടോപ്പും അല്ല, പക്ഷേ ഈസി ആയിട്ട് എല്ലാവർക്കും കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിൻ്റെ ഫുള്ള് ഓപ്പൺ ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഹോസ്പിറ്റൽ ആവശ്യത്തിന്, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അമ്മമാർക്ക് ഈ നൈറ്റിയൊക്കെ യൂസ് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മിഡി ഫ്രോക്കാണ്. ഇങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. ഈ മിഡി ഫ്രോക്ക് എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ഇങ്ങനെ കെട്ടുന്ന ഒരു സംവിധാനമുണ്ട്, പോക്കറ്റൊക്കെ ഉണ്ട്. നൈറ്റി ഇട്ടതായിട്ട് തോന്നത്തില്ല, ഒരു രസമാണ് കാണാൻ. ഇപ്പോൾ ഇവിടെ വലിയ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ടായി. ഉടനെ സ്റ്റോക്ക് ഫില്ല് ചെയ്യുന്നതാണ്. നല്ല കളേഴ്സാണ്. യെല്ലോ ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പം എല്ലാം കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ടോപ്പുണ്ട്, ഫീഡിങ് ഓപ്ഷനുള്ള ടോപ്പുണ്ട്, ഫ്രോക്ക് പോലെ ലെങ്തി ടോപ്പുണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, 3/4 ഉണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. പിന്നെ ഉള്ളത് നൈറ്റീസ് ആണ്.
യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ നമ്മൾ ഡെലിവറിക്കൊക്കെ പോകുന്ന സമയത്ത് ഹോസ്പിറ്റൽ ലേബർ റൂമിൽ ഫുൾ ഓപ്പൺ നൈറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ ഫുൾ ഓപ്പൺ അവൈലബിൾ ആണ്. അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും മെഡിസിനും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓപ്പൺ നൈറ്റി, ഫീഡിങ് ഓപ്ഷൻ നൈറ്റി, അങ്ങനെ നൈറ്റി 2 ടൈപ്പാണ് ഉള്ളത്. ഇത് പെട്ടെന്ന് കണ്ടാൽ ഫീഡിങ് ഓപ്ഷൻ കാണത്തില്ല. ഇവിടെ സൈഡിൽ ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ സിബ് ഉള്ളതാണ്. പിന്നെ ഉള്ളത് കാണിക്കാം, 2 പീസ് ഉണ്ട്. അപ്പോൾ നൈറ്റി തീരെ യൂസ് ചെയ്യാത്ത വേണ്ട എന്നുള്ളവർക്ക് 2 പീസ് ഉപയോഗിക്കാം. ഉണ്ട് പാൻറ്റും ടോപ്പും. ഈ ടോപ്പിൽ ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് മാറ്റുമ്പോൾ താഴെ ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. വളരെ നല്ല മെറ്റീരിയലാണ് ഇത്. ഇപ്പം കാണിച്ച് 2 പീസിൻ്റെ തന്നെ 1 പീസാണ്. ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. വേണ്ട താഴെ ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ഇത് ഇട്ടേക്കുന്നേ തോന്നുള്ളൂ. ഇത് 3/4 ആണ്. ഇപ്പം എൻ്റെ ഹൈറ്റുള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഇടാം. ബോട്ടം ഇട്ടാലും ഇട്ടില്ലേലും പ്രശ്നമല്ല. നല്ലതല്ലേ? നല്ലതാണ്. വലിയ കോസ്റ്റ് ഒന്നും വരുന്നതല്ലേ ഇത്. ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നൈറ്റീസ് ഒക്കെ ഒരു 390 മുതൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ കാണിച്ച പ്ലസ് 550 ആ കോസ്റ്റ് വരുന്നത്. ഇത് വേണ്ടേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഈസി വെയർ ആണ്. ടോപ്പായിട്ട് യൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ പാൻറ് ഇട്ട് ഇപ്പോൾ ടോപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല കളേഴ്സാണ്. ഇത് ലാർജ് സൈസാണ്. ലാർജ്, XL, XXL ആ സൈസ് വരെയാണ് ഉള്ളത്. ഇതൊക്കെ ഒരു 550 ആ കോസ്റ്റ് ഒക്കെ വരുന്നത്. ഇതെല്ലാം ഫീഡിങ് ഓപ്ഷൻ വരുന്ന നൈറ്റീസ് കൂടെ കാണിക്കാം. എല്ലാം പ്യുവർ കോട്ടൺ നൈറ്റീസ് ആണ് എല്ലാം. പിന്നെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു റഫ്നെസ് തോന്നുവാണെങ്കിൽ അത് സ്റ്റാർച്ച് ആയിരിക്കും. വാഷ് ചെയ്യുമ്പോൾ കൂടുതൽ സോഫ്റ്റ് ആവും. എല്ലാമാണ് കണ്ടേ. ഇതിൻ്റെ ഫീഡിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് സൈഡിലാണ്. കണ്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ കഴിവതും ഫീഡിങ് ഓപ്ഷൻ ഉള്ള ഡ്രസ്സുകൾ തന്നെ വാങ്ങുക. എന്ന് വെച്ചാൽ ബേബി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഫീഡിങ് ഓപ്ഷൻ ഉള്ളത് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ലെങ്ത് ഒക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി. ഇതിനൊരു സ്റ്റാൻഡേർഡ് വലിപ്പമായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ടോപ്പ് ലാർജാണ്. എണ്ണമില്ലാത്ത ആളാണെങ്കിൽ ഷേപ്പ് ചെയ്യുകയോ താഴെ ഇറക്കം കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല മെറ്റീരിയലാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് 360 സ്റ്റാർട്ടിങ് ഉണ്ട്. ഇത് ഫീഡിങ് ഓപ്ഷൻ ഉള്ളതല്ല, പക്ഷെ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഉണ്ട്. ഫീഡ് ചെയ്യാം. ഇതെല്ലാം കുർത്താസാണ്. ഇത് കുറച്ച് പ്രീമിയം കുർത്ത ആണ്. നേരത്തെ കാണിച്ചില്ലായിരുന്നു. ഉണ്ട് അതിൻ്റെ ഗ്രീൻ, ഓറഞ്ച് ഉണ്ട്, യെല്ലോ എല്ലാം കളേഴ്സാണ്. പിന്നെ ഹൈനെക്ക് ആയിട്ടുള്ള കുർത്താസ് ഉണ്ട്. കൈയൊക്കെ കുറച്ച് ഡെനിമിൻ്റെ ഉണ്ട്. ഇത് കുറച്ച് പ്രീമിയം ആണ്. പ്രീമിയം എല്ലാം പ്രീമിയം ആണ്. എന്നാൽ പോലും ഞാൻ ആദ്യം കാണിച്ച എല്ലാം ബിലോ 1000 rupees ആണ് റേറ്റ് വരുന്നത്. ഈ ബ്രാൻഡ് ഈ ടൈപ്പ് സാധനങ്ങളെല്ലാം എബവ് 1000 ആണ്. 1500-നും 2000-നും ഇടയ്ക്ക് കോസ്റ്റ് വരുന്നതാണ്. പക്ഷെ അത്രയും ലാസ്റ്റ് ചെയ്യും കേട്ടോ. മറ്റേതും ലാസ്റ്റ് ചെയ്യും. എന്നാലും ചിലർക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ ഇഷ്ടമായിരിക്കും. ഇതും നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ്. താഴെ പ്ലീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ് ഇത്. ഇത് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബട്ടൺ ആണെങ്കിലും ഇത് ഫുൾ ഓപ്പൺ അല്ല, ഫീഡിങ് ഓപ്ഷൻ ഉള്ളതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ ലാർജ്, XL, XXL, XXL എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ഇവിടെ ഒത്തിരി ഇരിപ്പുണ്ട്. ഒരു മിഡി ഫ്രോക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് ഓപ്പൺ വരുന്ന ചെറിയൊരു കോളറൊക്കെയുള്ള കെട്ടൊക്കെയുള്ള അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഫുൾ ഓപ്പണാണ് കേട്ടോ. ഫുൾ ഓപ്പണാണ്. ചെറിയ കൈയൊക്കെ വെച്ചിട്ട്. ഇതിൻ്റെ കോസ്റ്റ് 720. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു മോഡലാണ്. അതിൻ്റെ തന്നെ ഗ്രീൻ, യെല്ലോയും ഉണ്ട്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ്. ഓരോന്നിനെ നോക്കുമ്പോൾ അതിന് എൻ്റെതായ പ്രത്യേകത ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് ആണ് എല്ലാം. മെറ്റേണിറ്റി വെയേഴ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഷോപ്പിൽ വന്ന് നേരിട്ട് വാങ്ങാൻ പറ്റുന്നവർക്ക് വരുന്നതായിരിക്കും നല്ലത്. ഇൻ കേസ് വരാൻ പറ്റാത്തവർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ഫോട്ടോസും എൻ്റെ റേറ്റും സഹിതമുള്ള എല്ലാ ഡീറ്റെയിൽസും ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.